ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കിച്ചൺ വീഡിയോസിൽ നിന്നൊക്കെ മാറി ഈ പോകുന്ന ആളെ കണ്ടില്ലേ, ആളുടെ ഒപ്പം വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കയറിയാൽ നമുക്ക് ശരിക്കും റിയലൈസ് ആകും, ഇതൊരു പാർക്ക് മാത്രമല്ല, ഒരു മിനി ജംഗിൾ പോലെ തന്നെയാ. വൺ ക്രോക്കഡൈൽസ് ഇവിടെ റിസോർട്ട് ലെവൽ ലൈഫാണ് ഇവരുടെ. ഇവരെ നോക്കൂ, ലേസി ലുക്കാണ്, പക്ഷെ ചിലപ്പോൾ ചെറിയ സൗണ്ട് കേട്ടാൽ മതിയാവും ഇവര് ശരിക്കും എങ്ങനത്തെ ആൾക്കാരാന്ന് മനസ്സിലാവാൻ. ഈ വാട്ടർഫോളിൽ ഇവർ കിടക്കുന്ന കാണാനൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ പാർക്കിന്റെ കൂളസ്റ്റ് പ്ലേസ് ആയ മ്യൂസിയത്തിലേക്കാണ് പോയത്. ഇവരുടെ ഹിസ്റ്ററി, ഇവല്യൂഷൻ എല്ലാം നമുക്ക് ഇവിടെ കാണാം. കുട്ടികൾക്ക് മാത്രമല്ല, അഡൽട്സിനും ഇവിടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോ കാണുന്നത് ക്രോക്കഡൈൽസിന്റെ എഗ്ഗാണ്. അതേപോലെ ഇത് അവരെ വീക്ക് ബൈ വീക്ക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. മ്യൂസിയത്തിന്റെ ഉള്ളിലാണ് നമുക്ക് ബേബി ക്രോക്കഡൈൽസിനെ കാണാൻ പറ്റുക. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ഈജിപ്ഷ്യൻ ക്രോക്കഡൈൽ മമ്മിയാണ്. പിന്നെ ഞങ്ങളൊരു 4:30 ഒക്കെ ആയി നോക്കുമ്പോൾ നമ്മൾ ബേബി ക്രോക്കഡൈലിനെ എൻകൗണ്ടറിന് ആ സ്ഥലത്തേക്ക് പോയി. ജിതുമോൻക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ 2 വട്ടം ക്രോക്കഡൈലിനെ പിടിക്കാൻ വേണ്ടി പോയി. ഞാൻ ആദ്യം കുറച്ച് പേടിച്ച് മടിച്ച് നിൽക്കുമായിരുന്നു, ജസ്റ്റ് തൊട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയി തോന്നി. ഞാനും എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പോയത് ഈ ക്രോക്കഡൈൽ അക്വേറിയത്തിലാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് അക്വേറിയത്തിലായിരുന്നു. ജിതുമോ പിന്നെ അവിടുന്ന് പോരുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന് ക്രോക്കഡൈൽസിനോട് കഥ പറയലും പിന്നെ വിവരം അന്വേഷിക്കലൊക്കെ ആയിരുന്നു. ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു 5:30 ഒക്കെ ആയി നോക്കുമ്പോൾ ഞങ്ങൾ ക്രോക്കഡൈൽ ഫീഡിങ് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി.
അവിടെ ഫീഡിങ്ങിൻ്റെ ടൈം ആയി നോക്കുമ്പോൾ നമുക്ക് ഫീഡിങ്ങുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നു. ഫീഡിങ്ങിൻ്റെ ടൈം ആയപ്പോൾ ഇതാ എല്ലാവരും വരിയായി വന്നിട്ടുണ്ട്. മൂന്ന് ഫീഡിങ് സ്പോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ക്രോക്കറൈൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വിസിൽ പോലെ വിളിച്ചിട്ടാണ് അവരെ ഫീഡിങ് സ്പോട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസിൽ കേൾക്കുന്ന ഏരിയയിലേക്ക് അവർ പിന്നെ മാറിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ചിക്കൻ ലെഗ് ആയിരുന്നു. ചിലവരൊക്കെ ഓൾറെഡി വായൊക്കെ തുറന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ പ്രൈസ് അഡൾട്ടിന് 95 അതേപോലെ കുട്ടികൾക്ക് 75 ദിർഹംസും ആണ് വരുന്നത്. ഞങ്ങൾ ഹെഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 60 ദിർഹംസ് ആണ് ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 60 ദിർഹംസ് ആണ് അഡൾട്ടിനും ചൈൽഡിനും വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരും ഹെൽപ്പ് ചെയ്യും. ദി സ്റ്റാഫ്സ് ആർ വെരി ഫ്രണ്ട്ലി ഓവർ ദേ. പിന്നെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു. അവിടെ ഇതുപോലെ ഹോം ഡെക്കറിങ്, അതുപോലെ കുട്ടികൾക്ക് ടോയ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്ക് ട്രിപ്പ്. നിങ്ങളും ദുബായിലാണെങ്കിൽ ഇവിടെ ഒരു ദിവസം വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇതുപോലെ ഡേഞ്ചറസ് ആൻഡ് പീസ്ഫുള്ളായി വേറെ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം.